ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കാഴ്ചയും രുചിയും. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ചാനലിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ ലണ്ടനിൽ നിന്നും ബ്രൈറ്റണിലേക്ക് നടത്തിയ ഒരു ചെറിയ ട്രിപ്പിൻ്റെ കുറച്ച് ക്ലിപ്സാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലണ്ടൻ ടു ബ്രൈറ്റൺ ബീച്ചിലേക്കുള്ള ട്രിപ്പ് കണ്ടു നോക്കിയാലോ. ഇവരൊക്കെയായിരുന്നു ഞങ്ങളുടെ കൂടെ ട്രിപ്പിനുണ്ടായിരുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സ്. അപ്പോൾ ട്രിപ്പ് സൂപ്പറാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വ്ളോഗ് എടുക്കുന്ന പോലെയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബോറടി ഇല്ലാതെ ഞങ്ങൾ ബ്രൈറ്റൺ സ്റ്റേഷനിലൊക്കെ എത്തിയിട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ടായിരുന്നു. കാരണം ഈ ഒരു സമ്മർ ടൈമിൽ മാത്രമേ നമുക്ക് ബീച്ചിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതും കിട്ടുന്നത് ഒരു 2-3 മാസമേ ഉള്ളൂ. അപ്പം എല്ലാവരുടെയും ജോലി തിരക്കിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് കുറച്ച് സമയം കണ്ടെത്തി എല്ലാവരും കൂടെ ഉള്ള ഒരു ദിവസം സെറ്റ് ചെയ്തതാണിത്. നിങ്ങൾ എന്തായാലും ഈ സമ്മർ തീരുന്നതിന് മുമ്പ് ബ്രൈറ്റൺ ബീച്ച് പോകാത്തവരുണ്ടെങ്കിൽ പോകണം കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. എന്തായാലും നമ്മൾ പോയി കാണേണ്ട ഒരു ബീച്ച് തന്നെയാണ്. ലണ്ടനിൽ നിന്നും ഏകദേശം 1 hour ട്രാവൽ ചെയ്തിട്ടാണ് ഞങ്ങൾ ബ്രൈറ്റൺ സ്റ്റേഷനിലെത്തുന്നത്. സ്റ്റേഷനിൽ നിന്നും വെറും 15 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ നമ്മുടെ ബീച്ചിലേക്കുള്ളൂ. മെയിൻ റോഡിൽ നിന്നും കുറച്ച് നടന്നു കഴിയുമ്പോൾ ഒരു അണ്ടർഗ്രൗണ്ട് വേ സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളെ ബീച്ചിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ കാണുന്നതാണ് ബീച്ചിലേക്കുള്ള എൻട്രൻസ് ഏരിയ എന്ന് പറയുന്നത്. ഈ എൻട്രൻസ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വാഷ്റൂംസും ടോയ്ലറ്റ്സും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബീച്ചിൽ വരുന്നവർക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന എൻട്രൻസ് ഏരിയയുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലായിട്ട് ഒരുപാട് ഷോപ്സും റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ ഉണ്ട്. വീക്കെൻഡ്സിലും പബ്ലിക് ഹോളിഡേയ്സിലും ഒക്കെയാണ് പബ്ലിക് പ്ലേസിൽ UK പൊതുവെ തിരക്കുകൾ കൂടുതൽ അനുഭവപ്പെടാറ്. അതുകൊണ്ട് തന്നെ വളരെ ട്രിക്കി ആയിട്ട് ഞങ്ങൾ ഒരു വാക്കിംഗ് ഡേ തിരഞ്ഞെടുത്താണ് ബ്രൈറ്റണിലേക്കുള്ള യാത്ര ഫിക്സ് ചെയ്തത്. പക്ഷേ ബീച്ചിലെത്തിയപ്പോൾ ഞങ്ങൾ ചമ്മിപ്പോയിട്ടോ. കാരണം നല്ല തിരക്കായിരുന്നു. അവിടെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ ബ്രൈറ്റൺ ബീച്ചിൽ ഏത് സമയത്തും തിരക്കാണെന്നുള്ളത്. തിരക്ക് കുറഞ്ഞൊരിടം കണ്ടെത്തി ഞങ്ങളവിടെ സ്ഥാനം ഉറപ്പിച്ചു. മറ്റ് ബീച്ചുകളിൽ നിന്നൊക്കെ ഈ ബ്രൈറ്റൺ ബീച്ചിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു പെബ്ലി ബീച്ചാണെന്നുള്ളതാണ്. അതായത് മണൽത്തരികൾക്ക് പകരം കരയിലും വെള്ളത്തിലും ഒക്കെ കുഞ്ഞു ഉരുളൻ കല്ലുകളാണ് ഇവിടെ. നമ്മൾ ഈ ചിത്രത്തിലും വീഡിയോസിലും മാത്രം കണ്ടിരുന്ന ഒരു ബീച്ച് നേരിട്ട് കണ്ടപ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു കേട്ടോ. കണ്ടില്ല എത്ര മനോഹരമാണെന്ന്. ചാരുവിന് വെള്ളത്തിൽ ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കണ്ണിൽ ഉപ്പുവെള്ളമായി. പിന്നെ എൻ്റെ കണ്ണിൽ സോൾട്ട് വാട്ടർ ആയെന്നും പറഞ്ഞ് കരയിലിരുന്ന് ഈ കല്ല് ഉരുക്കി വെള്ളത്തിലെറിയുന്ന പരിപാടിയായിരുന്നു ആൾക്ക്. ബ്രൈറ്റൺ ബീച്ചിൽ സ്വിമ്മിങ്ങും അതുപോലെ തന്നെ കയാക്കിങ്, വിൻഡ് സർഫിംഗ് പോലെയുള്ള വാട്ടർ സ്പോർട്സ് ഒക്കെ അലൗഡാണ് കേട്ടോ. കുട്ടികളെ കൊണ്ടൊക്കെ നമുക്ക് പോകാൻ പറ്റിയ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് ബ്രൈറ്റൺ എന്ന് പറയുന്നത്. ഞങ്ങൾ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടായിരുന്നു പോയത്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു വൈബോളൊക്കെ ആയിരുന്നു. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബീച്ചാട്ടോ നമ്മുടെ ബ്രൈറ്റൺ ബീച്ച് എന്ന് പറയുന്നത്. കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്തു, മതി ആവോളം വെള്ളത്തിൽ കളിച്ചു, എന്നിട്ടാണ് എല്ലാവരും തിരിച്ചു വന്നത്. അപ്പോൾ ഈ ഒരു സമ്മറിന് ആരെങ്കിലും ബീച്ചിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രൈറ്റൺ ചൂസ് ചെയ്തോളൂ. ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഒരിക്കലും അതൊരു വേസ്റ്റ് ഓപ്ഷൻ ആയി എന്ന് നിങ്ങൾക്ക് എന്തായാലും തോന്നില്ല. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.